നമ്മൾ ഇന്ത്യക്കാരെ ഭയങ്കര സംഭവമായിരുന്നു ട്ടോ. പക്ഷെ നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാര് കച്ചകെട്ടി ഇറങ്ങിയതുകൊണ്ടാണ് നമ്മള് കുറച്ച് പിന്നാക്കമായി മാറിയത്. നമ്മുടെ പൂർവികര് ഈ ഇന്ത്യയില് ഒരുപാടധികം കാര്യങ്ങള് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതില് കുറച്ച് കൃഷിയുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാട്ടോ. 1. പരുത്തി കൃഷി. ഇത് ബിസിഇ 3000 കാലഘട്ടത്താണ് ഉണ്ടാകുന്നത്. സിന്ധു നദീതട സംസ്കാര കാലത്ത് തന്നെ വസ്ത്ര നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കൃഷിയായിരുന്നു ഈ പരുത്തി കൃഷി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നോക്കാം. കടുക് കൃഷി. ഇത് ബിസിഇ 3000 കാലഘട്ടത്താണ് ഉണ്ടാകുന്നത്. ലോകത്ത് ആദ്യമായി കടുക് കൃഷി ചെയ്തത് സിന്ധു നദീതട സംസ്കാരത്തിലെ ജനങ്ങളായിരുന്നു അത്രേ. മൂന്നാമത്തത് നെൽകൃഷി. ബിസിഇ 2000. ഗംഗാ സമതലങ്ങളിലും മറ്റുമായി വ്യാപകമായി കൃഷി ചെയ്തു തുടങ്ങിയ ഒരു കൃഷിയാണ് ഈ നെൽകൃഷി എന്ന് പറയുന്നത്. കരിമ്പ് കൃഷി. ഇതും ബിസിഇ 350. പഞ്ചസാര നിർമ്മാണത്തിനായി കരിമ്പ് കൃഷി ചെയ്ത ആദ്യ രാജ്യം നമ്മുടെ ഇന്ത്യ ആയിരുന്നു അത്രേ. കുരുമുളക് കൃഷി. ബിസിഇ 2000. ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ പുരാതന കാലം മുതലേ സുഗന്ധവ്യഞ്ജനത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന കൃഷിയായിരുന്നു ഈ കുരുമുളക് എന്ന് പറയുന്നത് കേട്ടോ. എള്ള് കൃഷി. ഇത് ബിസിഇ 3000 ആണ്. എണ്ണ ഉൽപാദനത്തിനായി ലോകത്ത് ആദ്യകാലത്ത് എള്ള് കൃഷി ചെയ്തിരുന്നവരിൽ പ്രധാനികൾ നമ്മൾ ഇന്ത്യക്കാരായിരുന്നു. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് സത്യത്തിൽ നമ്മുടെ ഇന്ത്യക്കാർ തുടങ്ങിയത്. പക്ഷേ നമ്മളെ തകർക്കാനായിട്ട് ഓരോ ആൾക്കാർ കച്ചകെട്ട് ഇറങ്ങിയതുകൊണ്ടല്ലേ നമ്മൾ കുറച്ചൊക്കെ പിന്നാക്കത്തിലായി മാറിയത്. പിന്നെ നമ്മുടെ ഓരോ കരുത്തുറ്റ നേതാക്കളൊക്കെ കാരണം നമ്മൾ പടുത്തുയർത്തി വന്നു. ഇനി നമ്മുടെ ഇന്ത്യയെ തകർക്കാൻ ഒരിക്കലും ഒരാൾക്കും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല കേട്ടോ.